ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചോസ് ടാക്കിൾസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന കുറച്ച് റോഡുകളാണ്. റോഡ് മാത്രമല്ല, കുറച്ച് റീലും ഉണ്ട്. എല്ലാം ഇപ്പം വന്നതേ ഉള്ളൂ. നിങ്ങളെ കാണിച്ചുകൊണ്ടൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് നമ്മളപ്പം സാധനങ്ങൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ ഐഡിയ കുറവാണ്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരുന്നത് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ആഹാ, അടിപൊളി. ഇതുണ്ടോ, റീലുകൾ, ഒരുപാട് റീലുകളുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള എല്ലാം ബൈക്ക് കാസ്റ്റാണ്. ബൈക്ക് കാസ്റ്റ് റീലുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഹെവി ക്വാണ്ടിറ്റി. അതേപോലെ ലൂറുകളുണ്ട്, റോഡുകളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം നമുക്ക് പെറുക്കി നിരത്തിയിട്ട് കാണിച്ചു തരാം. ഇതിനകത്തുനിന്ന് പെറുക്കി ടേബിളിൽ നിരത്തിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വന്ന റീലുകളെല്ലാം ബൈക്ക് കാസ്റ്റ് ആട്ടോ. ഏതൊക്കെയാണെന്നൊക്കെ നോക്കി വെച്ച് ഞാൻ പറയാം. എനിക്കും ഒരു ഐഡിയ ഇല്ല. ബൈക്ക് കാസ്റ്റ് റീലുകളുടെ കമനീയ കലവറയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർവ കട്ട് ചെയ്ത് ഗായ്സ്, നമുക്ക് ടോപ്പ് വാട്ടർ ഉണ്ടോ, നല്ല അടിപൊളി ടോപ്പ് വാട്ടർ ലൂറുകൾ വന്നിട്ടുണ്ട്. അതേപോലെ പ്രൊപ്പല്ലർ ലൂറുകൾ വന്നിട്ടുണ്ട്, പ്രൊപ്പല്ലർ ടൈപ്പ്. ഇതൊക്കെ ചെറിയ നിസ്സാര വിലകളേ ഉള്ളൂ. ചിലപ്പം വിലയും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് അത് പേശി എടുത്ത് വെക്കുന്നില്ല. ഇത്ര ലൂറുകൾ വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബൈക്ക് കാസ്റ്റ് റോഡുകൾ. എല്ലാം ബൈക്ക് കാസ്റ്റ് റോഡുകളാണ്. ഏതൊക്കെയാണ് വന്നേക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഏതൊക്കെ റോഡുകളാണെന്ന് ഒരു പിടുത്തമില്ല. വന്നത് പൊട്ടിച്ച് നോക്കുക. കിടുക്കാച്ചി ഒരു ഇടിവെട്ട റോഡാണ്. റേറ്റും ഡീറ്റെയിൽസും ഞാൻ പുറേന്ന് പറയാം. നല്ല അടിപൊളി റോഡ്. ഓക്കെ, മെഗാ സ്ട്രൈക്ക് എന്ന് പറയുന്നൊരു മോഡലാണ് വന്നേക്കുന്നത്. മെഗാ സ്ട്രൈക്ക് എന്ന് പറയുന്നൊരു മോഡലാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ലൈറ്റ് വെയ്റ്റ് റോഡ്. ഇത് മാത്രമല്ല, വേറെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ, വേറെ ഒരു മോഡല് വന്നേക്കുന്നത് മാസ്റ്റർ എന്ന് പറയുന്നൊരു മോഡലൂടെ വന്നിട്ടുണ്ട്. അതും അടിപൊളി സാധനമാണ്. നല്ല കിടിലൻ ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി ബൈക്ക് കാസ്റ്റ് റോഡ് തന്നെയാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. കുറച്ചുകൂടെയൊക്കെ സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അത്യാവശ്യം സ്റ്റിഫാണ്. 7 ഫീറ്റിലാട്ടോ. 7 ഫീറ്റിലാണ് വരുന്നത്. നല്ല റോഡാണ്. പിന്നെ കുഴപ്പമില്ലാത്ത റോഡാണ്. ഇത് ചെറിയ വിലയുള്ളൂ, വലിയ വിലയില്ല. അതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് വീഡിയോ മാത്രമാണ് കാണിച്ചത്. പിന്നെ അതേപോലെ പ്രൊപ്പല്ലർ, ഇതെന്ന് പറയുമ്പോൾ ബാക്കി സ്പിന്നർ വരുന്ന ടൈപ്പ് ഇതാണ്, ടോപ്പ് വാട്ടറാണ്. ഇപ്പോൾ വാഹയ്ക്കൊക്കെ നല്ല റിസൾട്ടുള്ള സാധനം. അതേപോലെ തന്നെ ഇതൊരു പോപ്പിംഗ് ടൈപ്പ് ഒരു ടോപ്പ് വാട്ടറാണ്. ഇതൊക്കെ നിസ്സാര വിലയേ ഉള്ളൂ. പിന്നെ നമുക്ക് ലൂർ ഫിഷിങ്ങിൻ്റെ നമ്മുടെ സീസറിൻ്റെ റീലാട്ടോ. സീസറിൻ്റെ കുറഞ്ഞ റീല്, റേറ്റ് കുറഞ്ഞ റീലാണ് ഇത് വരുന്നത്. റീലിപ്പോൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ അബുഗാർസിയുടെ ഒക്കെ കുറച്ച് മോഡലുകൾ കാണിച്ചു തന്നു. ഇതിപ്പോൾ സീസറിൻ്റെ കുറഞ്ഞ റേറ്റിന് വരുന്ന റീലാണ്. എല്ലാ റീലുകളും തുറന്നിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ റീലിൻ്റെ മാത്രം, നമ്മുടെ ഇരിക്കുന്ന സ്റ്റോക്കിൻ്റെ മാത്രം ഇടുന്നുണ്ട്. ഇന്ന് വന്ന റീലുകൾ മാത്രം ഞാനൊന്ന് നോക്കട്ടെ ഏതൊക്കെയാണ് വന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണ്.
അപ്പം ഇത് ഇത്ര സീസറിൻ്റെ ഇതാണ്. പിന്നെ ക്യാമറ എന്ന് പറയുന്നൊരു മോഡലുണ്ട്. ഇത് നല്ല റീലാട്ടോ, ഇത് നല്ല അടിപൊളി റീലാണ്. ഇത് ലെഫ്റ്റും റൈറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ക്യാമറ നല്ല സ്മൂത്ത് റീലാണ്. ഉണ്ടോ, ഇതൊക്കെ കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള നല്ല റീലാട്ടോ. തീരെ മോശമൊന്നുമുള്ള സാധനമല്ല. നമുക്ക് മീൻ പിടിക്കാനും വരാലിനും ചെറുമീനൊക്കെ അടിക്കാൻ പറ്റുന്ന, ഒത്തിരി റേറ്റ് പോകാതെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റീലാണ്. ക്യാമറ നമുക്ക് 1 2 3 4 5 എണ്ണം വന്നിട്ടുണ്ടായിരിക്കണം. ക്യാമറ നമുക്ക് 4 എണ്ണം വന്നിട്ടുണ്ട്. 4 ക്യാമറ വന്നിട്ടുണ്ട്. അത് ലെഫ്റ്റും റൈറ്റും വെച്ചിട്ടാട്ടോ. പിന്നെ നമ്മുടെ എവർഗ്രീൻ ഇതുണ്ടോ, ഇത് നമ്മുടെ അബു ഗാർസിയയുടെ ബ്ലാക്ക് മാക്സിൻ്റെ ഫസ്റ്റ് കോപ്പി അറിയില്ല. അബു ഗാർസിയയുടെ ബ്ലാക്ക് മാക്സിൻ്റെ ഫസ്റ്റ് കോപ്പി ഇത് റൈറ്റാണ്, എൻ്റെ ലെഫ്റ്റും അവൈലബിൾ ആണ്. ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ ടിക്റ്റോ കോപ്പി, ഒരു വ്യത്യാസമില്ല. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത ടിക്റ്റോ കോപ്പി സാധനമാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ബ്ലാക്ക് മാക്സിൻ്റെ കോപ്പിയാണ്. പ്രോ മാക്സിൻ്റെ കോപ്പി നമുക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കോപ്പി റീല് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് അതൊന്നും കൊടുക്കത്തില്ല. നമ്മൾ പിന്നെ പറഞ്ഞതാണ്. ഇത് ചൈന, ഇത് കുറഞ്ഞറിയില്ല. ഇതൊക്കെ കുറഞ്ഞറിയില്ല കേട്ടോ. ഇതൊക്കെ റേറ്റ് കുറഞ്ഞ റേറ്റിൽ തരാൻ പറ്റുന്ന 1000 1100 റേറ്റിൽ തരാൻ പറ്റുന്ന റീലുകളാണ്. ബ്ലാക്ക് മാക്സിൻ്റെതിനകത്ത് ഇതൊക്കെ കുറഞ്ഞ റീലുകളാണ്. ഇത് ബ്ലാക്ക് മാക്സ്. ബ്ലാക്ക് മാക്സ് വന്നിട്ടുള്ളൂ, പ്രോ മാക്സ് വന്നിട്ടില്ല. നമ്മൾ ഓർഡർ കൊടുത്തിട്ടേക്കോ വരുന്ന സാധനം ഉള്ളതുള്ളത് അവർ കയറ്റി വിടുന്നു, നമ്മളെടുത്ത് വെക്കുന്നു, അടുത്ത ലോഡിനകത്ത് കാണും. അപ്പം എനിവേ ഇത്രയും സാധനം നമുക്ക് നിലവിൽ ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഗൈസ്, ഈ റേറ്റ് ഞാൻ പറയാത്ത കാര്യം, കേരളത്തിലെ പല കടക്കാർക്കും പല ഡീലർ ത്രൂ കിട്ടുന്നതുകൊണ്ട് ഇതിന് പല റേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈൻ വഴി ഞാൻ ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ പറയുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പറയുന്നത് ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരോടും നമ്മൾ ഇതിൻ്റെ റേറ്റ് ഓൺലൈൻ വഴി പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും. കറക്റ്റ് കാര്യങ്ങളുടെ റേറ്റ് അറിയാം. നമ്മുടെ ഷോപ്പിൻ്റെ MRP ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾക്ക് ഒരു ഇതുണ്ട്, നമ്മുടെ നിന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആയിട്ടേ നമ്മൾ ബിസിനസ് ചെയ്യാറുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം നിലവിൽ കുറഞ്ഞ റേറ്റിന് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റുന്ന കോംബോയ്ക്ക് പറ്റിയ റീലുകളാണ്. അതേപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീമിയം റീലിൻ്റെ ഫസ്റ്റ് കോപ്പി സാധനം, സെക്കൻഡ് കോപ്പിയോ തേർഡ് കോപ്പിയോ അല്ല, ഫസ്റ്റ് കോപ്പി അതുപോലെ അതേ പെർഫോമൻസ് തരുന്ന സാധനമാണ് ഇത്. അതുകൊണ്ടാണ് നമ്മളിത് ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാനിവിടെ പൊതുവെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ക്യാമറയ്ക്ക് കുഴപ്പമില്ലാത്ത സാധനമാണ് ഇത്. പിന്നെ ബ്രാൻഡ് സീസറിൻ്റെ ബ്രാൻഡ്, തായ്ലാൻഡ് ബ്രാൻഡാണ് സീസർ. അതിൻ്റെ പുതിയ ഇത് വരുന്നത് ഏറ്റവും കുറഞ്ഞ റീലാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ പ്രീമിയം സാധനങ്ങളുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലോഡുകൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം മാക്സിമം താല്പര്യമുള്ളവർ, നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ വാറണ്ടിക്ക് ഇതെല്ലാം കുറഞ്ഞ സാധനമാണേലും കൂടിയ സാധനമാണേലും ഏതാണേലും 6 മാസം വാറണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇതൊരു ആഡ് ഓൺ വീഡിയോ ആണ്. നമ്മളിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയുടെ കൂടെ വന്ന കൊറിയറല്ല ഇത്. അത് കഴിഞ്ഞിട്ട് സെയിം ദിവസം തന്നെ വന്ന കൊറിയറാണ്. നമുക്ക് രണ്ടാമത് പോയി ഡെലിവറി എടുത്തിട്ട് വന്നിട്ട് പൊട്ടിക്കുകയാണ്. അപ്പം ഇതും വൈറ്റ്കാസ്റ്റിൻ്റെ റോഡുകളാണ്. ഗൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയ പൊടിയൊക്കെ തെറിച്ച് പോകുന്നു. അതിന് റിപ്പയർ ചെയ്യണം. അതിനുള്ള റിപ്പയറിങ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വന്നേക്കുന്ന റോഡ് ഇതാണ്. ബൈക്കാസ്റ്റിൻ്റെ 7 ഫീറ്റ് വരുന്ന നല്ല സ്ട്രോങ് റോഡ്, സ്നേഹിട്ടിനെ പിടിക്കാൻ വേണ്ടിയുള്ള നല്ല സ്ട്രോങ് റോഡാണ് വന്നേക്കുന്നത്. കല്ലൻ റോഡ്.
ഇതുപോലെ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4-5 കിലോയൊക്കെ ഡ്രാഗ് വരുന്ന റോഡാണ്. 30 തൊട്ട് 50 LV വരെ കാസ്റ്റിംഗ് വെയിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്കൊരു 4-5 പീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ഇതിനെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്യുവാണ്, വീഡിയോ ആഡ് ഓൺ ചെയ്യണം. നല്ല ക്ലാസിക് ടെക്സ്റ്ററാണ് കേട്ടോ. ഇവിടെ തന്നെ ഫാൻഡം സ്നാപ്പറിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ്, നല്ല കല്ല് പോലെയിരിക്കുന്നത്. സ്റ്റിഫ് റോഡാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതുകൂടെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം വൈറ്റ് കാസ്റ്റിൻ്റെ കുറേ കോംബോ നമുക്ക് വന്നിട്ടുണ്ട്. അതാണ് സംഭവം. ഫിഷേഴ്സ് കിങ് എന്നതിൻ്റെ പേര്, ഫിഷേഴ്സ് കിങ് വേണ്ടേ. അപ്പം സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, സാധനങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു.